എന്റെ വീട് കിടക്കുന്ന കിടപ്പ് കണ്ട ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെല്ലാം അടുക്കി പൊറുക്കി വൃത്തിയാക്കും. നെഹി, ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഷോപ്പിങ്ങിന് കാരണം എനിക്ക് കുറച്ച് പൈസ കടിക്കുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങിച്ചത് തീർക്കുന്നവർ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടൂല. എപ്പം വീട്ടിൽ നിന്ന് വിളിക്കും അമ്മ വയ്ക്കും എന്നാന്ന് രാവിലെ ചായക്ക് കടി. ആൻഡ് ഓൾവേസ് എന്റെ ആൻസർ വിൽ ബി മുട്ട. അപ്പാടെന്റെ അമ്മ വയ്ക്കും എനിക്കിത് തിന്നിട്ട് മടുക്കുന്നില്ലേ. ഏത് ആഴ്ചയിലെ 4 ദിവസം മത്തിക്കറിയും ബാക്കിയുള്ള 3 ദിവസം കപ്പക്ക പുളിങ്കറിയും വെക്കുന്ന എന്റെ അമ്മ. പിന്നെ നാട്ടിൽ പോയിട്ട് അതും കൂടി കിട്ടിയിട്ടില്ലെങ്കിലെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടി. സാധാരണ ഏതെങ്കിലും കൊളാബ് വരുമ്പോൾ ഞാൻ മുങ്ങെങ്കിലും ഏതെങ്കിലും മുട്ട കമ്പനി എനിക്കൊരു കൊളാബ് വരികയാണെങ്കിൽ ഞാനത് കണ്ണും പൊട്ടി സ്വീകരിക്കുന്നതായിരിക്കും. കണ്ണ് കണ്ടതെല്ലാം വാരി പുഷി. സെഫോറയിൽ കിട്ടുന്ന ഫ്രീ സാമ്പിൾ പെർഫ്യൂം അടിച്ച് ഞാൻ പുറത്തിറങ്ങി എന്നെ കണ്ട ആരും പറയില്ല ഞാൻ പൈസക്കാരില്ല. എന്റെ നാട്ടിലെ വലിയൊരു റിസോർട്ട് എന്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു ചെക്കനെ പറ്റിച്ചു. ഓനത് കണ്ണും പൊട്ടി വിശ്വസിച്ചു. വീട്ടിൽ പൈസ ഇല്ലെങ്കിലും പൈസക്കാർ ലുക്കിലേ ഞാൻ പുറത്തിറങ്ങില്ല. കാരണം ഐ ബിലീവ് ഇൻ ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ്. ഇനി മേക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഫേക്ക് ചെയ്യുമ്പോൾ നല്ല സന്തോഷം. എല്ലാ പ്രാവശ്യം മോളിൽ പോയിട്ട് കോച്ചിന്റെ ബാഗിൽ ഇട്ട് നോക്കി ഇങ്ങനെ സുഖം കണ്ടെത്തുന്നത് ഒരു പ്രത്യേക സുഖം. പക്ഷെ ഒറ്റയടിക്ക് $500 മുടക്കണമെങ്കിൽ എനിക്ക് മാനസികമായി ഒരുപാട് തയ്യാറെടുക്കും. ഈ ഷോപ്പിലെ പിള്ളേർ മീനെല്ലാം വെൽ ട്രെയിൻഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ കണ്ട ആരും മൈൻഡ് ആക്കൂല. കാരണം ഞാൻ വാങ്ങൂല എന്ന് ഓർക്ക് അറിയാം. കുറെ തെണ്ടി തിരിഞ്ഞപ്പോ വിഷം. ഇവിടെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നത് ഓൾവേസ് എ ഹിറ്റ് ഓർ മിസ്. കിട്ടിയാ കിട്ടി. പിന്നെ ഞാൻ വിക്ടോറിയ സീക്രട്ടിന്റെ വർണ്ണാഭമായ ബ്രാഗിൽ ഇട്ടോക്കാം. പക്ഷെ ഞാൻ അതും എടുത്തില്ല. അതിലെന്തോ കൂടോത്രം ചെയ്തിട്ട് എന്നെ കൂട്ടിയിട്ട് വന്നയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്റെ ഷോപ്പിംഗ് ബ്രെയിൻ പെട്ടെന്ന് അങ്ങ് ഓഫായ പോലെ ഉണ്ട്. അതുകൊണ്ട് ലിസ്റ്റ് ചെയ്ത ഒരു സാധനം പോലും വാങ്ങാണ്ടാന്ന് ഞാൻ തിരിച്ചു പോയത്. അപ്പൊ അത്രയില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം.